Yes, good afternoon. Okay, Bindu Rajiv, Chinnu. Okay, Shabina. ആരംഭിച്ചാലോ? It is start. Okay. Okay. So we were discussing report speech, and we also told that how the tense that should be changed from one to another, that we discussed. So if the given sentence is simple present, it should be changed into simple past. If the given sentence is simple past, it should be changed into past perfect. If the given sentence is simple future, it should be changed into conditional form. And if the given sentence is present continuous, it should be changed into past continuous. If the given sentence is past continuous, it should be changed into past perfect continuous. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിന് സിമ്പിൾ പാസ്റ്റിലേക്കും, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്കും, സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ അതിനെ കണ്ടീഷണൽ ഫോമിലേക്കും, പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് കണ്ടിന്യൂസിലേക്കും, പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്കും മാറ്റുക. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമുക്ക് അടുത്ത ഒരു ടെൻസിന്റെ രീതി നോക്കാം. അടുത്തൊരു ടെൻസ് നമ്മൾ പരിഗണിക്കുകയാണ്. ആ ടെൻസിലുള്ള വാചകങ്ങളെ ഏത് രീതിയിലാണ് മാറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാനൊരു എക്സാമ്പിൾ ആയിട്ടൊരു വാചകം, ഒരു വേർഡ് സെന്റൻസ് പറയാം. സെന്റൻസ് ഇതാണ്: ഷീ സെഡ് I will be writing the examination. She said, I will be writing the examination. അവൾ പറയുകയാണ്, ഞാൻ എക്സാമിനേഷൻ എഴുതുകയായിരിക്കും. I will be writing the examination. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകത്തിന്റെ ടെൻസ് ഒന്നറിയും. ഇത്രയും നേരം നമ്മൾ ഒരു 5 ടെൻസിനെ കുറിച്ച് പറഞ്ഞു. ആ 5 ടെൻസ് ആണെങ്കിൽ എങ്ങോട്ടാണ് മാറ്റേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പൊ പുതിയതായിട്ട് ഒരെണ്ണം വന്നിരിക്കുകയാണ്. ഷീ വിൽ ബി റൈറ്റിംഗ് ദ എക്സാമിനേഷൻ. അപ്പൊ അത് ഏതായിരിക്കും ടെൻസ്? ഫ്യൂച്ചർ കണ്ടിന്യൂസ്. കറക്റ്റ് ആണ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. അപ്പൊ അത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ് നമുക്ക് അങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, ബി വെർബ്, അതിന്റെ കൂടെ ഇംഗ്ലീഷ്. അപ്പോ നമുക്ക് മനസ്സിലായത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing. അപ്പൊ ഈ ഫ്യൂച്ചർ കണ്ടിന്യൂസ് തന്നിരിക്കുന്ന വാചകമെങ്കിൽ നേരത്തെ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ അതേ പ്രത്യേകതയോട് സ്വീകരിച്ചാൽ മതി. ആ വില്ലാണെങ്കിൽ വുഡ് ആക്കുക, ഷാലാണെങ്കിൽ ഷുഡ് ആക്കുക, മേ ആണെങ്കിൽ മൈറ്റ് ആക്കുക,
ക്യാൻ ആണെങ്കിൽ കുഡ് ആക്കുക. അതേ രീതിയിലാണ്. അപ്പൊ ആ സൈഡിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ. സിമ്പിൾ തന്നിരിക്കുന്ന വാചകം ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിൽ കണ്ടീഷണൽ ഫോമിലോട്ട് തന്നെ മാറ്റുക. തന്നിരിക്കുന്ന വാചകം ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിലും എങ്ങോട്ട് തന്നെ മാറ്റണം? കണ്ടീഷണൽ ഫോമിലേക്ക് തന്നെ മാറ്റുക. യെസ്, ഓക്കെ. അപ്പോ ഈ വാചകത്തിന്റെ അർത്ഥം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഷീ സെഡ് I will be writing the examination എന്നുള്ളത് she said that she would be writing examination. She would be writing the examination. ആ രീതിയിൽ അത് ചെറിയൊരു മാറ്റമുണ്ട്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ സീരിയലുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ ശിഖ? പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഇന്ന് അതിനെ കുറിച്ച് ആർക്കെങ്കിലും ബാലൻസ് പറയാൻ താല്പര്യമുള്ളവരുണ്ടോ? അത് കഴിഞ്ഞിട്ട് അങ്ങനെ എക്സസൈസും കാര്യങ്ങളിലേക്ക് കിടക്കാന്ന് വെച്ചിട്ടുണ്ട്. എനിബഡി? ആർക്കെങ്കിലും? യെസ്. അപ്പൊ എന്താണ് സംഭവം എന്നുള്ളത് അറിയാൻ പറ്റാത്തവരുണ്ടാവില്ലേ? ഇത് ഷഫീന. ഓക്കെ 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 ഓക്കെ. ചിന്നുണ്ടായില്ല? ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ 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 ഓക്കെ. അപ്പൊ സംഭവം വേറെ ഒന്നുമല്ല. ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞായിരുന്നു. അഭിഷേക് എന്നോട് പറയാൻ പറഞ്ഞത് അഭിഷേക് പറഞ്ഞില്ല അതുകൊണ്ട് അല്ലേ? യെസ്, സംഭവം ഇതായിരുന്നു. നമ്മുടെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ടുള്ള പ്രേംകുമാർ പത്രക്കാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വാചകം ഇങ്ങനെ പറഞ്ഞു. അതായത്, ഇപ്പോൾ നടക്കുന്ന സീരിയലുകൾ എൻഡോസൾഫാൻ പോലെ വിഷമയമാണ് എന്നുള്ളൊരു വാചകം പറഞ്ഞു. അപ്പോ അതിനെ അനുകൂലിച്ച് കുറച്ചു പേര് പറഞ്ഞു, ശരിയാണ്, സീരിയലുകൾ നിർത്തേണ്ട കാലമായി, അത് ഒരുപാട് സാമൂഹ്യ കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് വളരെ പ്രേംകുമാർ പറഞ്ഞ അഭിപ്രായത്തോട് യോജിച്ചെന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ കുറച്ചാളുകൾ പറഞ്ഞു അത് നിർത്തേണ്ട കാര്യമില്ല, കാരണം അത് ഒരുപാട് കുടുംബങ്ങൾക്ക് ജീവിത പ്രശ്നമാണ്, അവരുടെ ജീവിത മാർഗമാണ്. മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് നേരിട്ടും അല്ലാതെയും ജോലി കൊടുക്കുന്ന ഒരു മേഖല കൂടിയാണത്. ഇത് കൂടാതെ ഞങ്ങൾ വീട്ടമ്മമാർക്ക് വൈകുന്നേരം ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് ഒന്ന് വിശ്രമിക്കാനായിട്ട് കുറച്ചു നേരം അത് കണ്ടിന്യൂ ചെയ്യാനും കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായം പറയുന്നു. അപ്പൊ രണ്ടഭിപ്രായം, അനുകൂലിച്ച് പ്രതികൂലിച്ചും വന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞ സമയത്ത് ഞാൻ ഓരോരുത്തരോട് ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ പറയാന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ചു പേര് അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇൻ മൈ ഒപ്പീനിയൻ, എന്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞ് കുറച്ചു പേര് അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. നസീമ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഇറ്റ്? Shafina, what is your opinion? Yes, sir. Your opinion about it? ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? In my opinion. Correct. ആ വേർഡ് ആരംഭിക്കണം. In my opinion, എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ യെസ്. രണ്ട് മലയാളത്തിൽ ഇംഗ്ലീഷ് വേർഡ് വരുന്നില്ല. ഏത് വാക്കാണ് കിട്ടാതെ? കറക്റ്റ് ആണ്. ഇൻ മൈ ഒപ്പീനിയൻ, എന്റെ അഭിപ്രായത്തിൽ സീരിയൽസ്
ഗുഡ് എന്നും പറയാം. ഗുഡ് എന്ന് വേണമെങ്കിൽ ഗുഡ് എന്ന് പറയാം, ബാഡ് എന്ന് വേണമെങ്കിൽ ബാഡ് എന്ന് പറയാം. ഗുഡ് എന്ന് പറഞ്ഞാൽ ഗുഡ് ആവാനുള്ള കാരണങ്ങൾ, ബാഡ് ആണെങ്കിൽ ബാഡ് എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, ആലോചിക്കാൻ സമയം തരാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഉണ്ട് ആലോചിക്കാൻ. കൂടുതലായിട്ട് എന്തെങ്കിലും പറയണമെന്ന് നിങ്ങൾ കഴിഞ്ഞ വർഷം പറഞ്ഞൊന്നും പറയാനുള്ള സമയമാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചു ഇതിന്റെ ഇടയ്ക്ക്. ഓക്കെ 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 അപ്പൊ നമ്മള് വീണ്ടും വിഷയത്തിലേക്ക് വരികയാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ റിപ്പോർട്ടർ സ്പീച്ചിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വേറൊരു വാചകം പറയാം. ഷീ സെറ്റ് ഇവിടെ കോമിൽ എഴുതുക. You should be the manager of the company. The manager of the company. Inverted comma close here. So I will repeat the sentence. She said, inverted comma, you should be the manager of the company. Okay. അത് എഴുതുക. എഴുതുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങളുടെ ചിന്തകൾക്ക് വിടുകയാണ്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അറിയട്ടെ. സാധാരണഗതിയിൽ ഷാല് വന്നു കഴിഞ്ഞാൽ അത് ഷുഡാക്കാൻ പറയും, ക്യാൻ വന്നു കഴിഞ്ഞാൽ ഷുഡാക്കാൻ പറയും, വില്ല് വന്നാൽ വുഡാക്കാൻ പറയും, മൈറ്റാക്കാൻ പറയും. ഇപ്പൊ ഷാല് വന്നാൽ ഷുഡാക്കാനാണ് പറയാറ്. ഇവിടെ ഷുഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാനത് പറയാം. She said, you should be the manager of the company. നിങ്ങളായിരിക്കണം കമ്പനിയുടെ മാനേജർ. You should be the manager of the company. Okay, Biduraji. Okay, Chinu. Yes. അപ്പോ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ഷുഡ് എന്നുള്ളത് ഷാലിനോട് ആക്കണ്ട, ആ ഷുഡ് തന്നെ വെച്ച് ചെയ്യാൻ മതി. അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരും? ഷീ സെഡ് ദാറ്റ് I should be the manager of the company. I should be the manager of the company. Okay, 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 okay. One more. They said. In we will be the last batch, BATCH. We will be the last batch of the year. YEAR, year. We will be the last batch of the year. Yes. Any good?
Okay. Okay, Chinu. Okay, Mithu. Okay, Shapina, they would be name. Why would do very good? സാർ ഞാൻ ഷാൾ എന്നുള്ള ഇതിലായിരുന്നു ഷുഡ് എഴുതിയത്. ഞാൻ ഷുഡ് എന്നാണ് ഇവിടെ എഴുതിയിരുന്നത്. അതെനിക്ക് മനസ്സിലായിരുന്നു. അഞ്ജന, ഓക്കെ? Okay, Shika. Yes. ശരിയാണ്, ഉത്തരങ്ങൾ കറക്റ്റ് ആണ്. നമുക്ക് അടുത്തിലേക്ക് പോകാം. അടുത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഓരോരുത്തരുടെ ആൻസർ പറഞ്ഞാൽ മതി. And your answer should begin the letter E. നിങ്ങളുടെ ഉത്തരങ്ങൾ ആരംഭിക്കേണ്ടത് E എന്ന് പറയുന്ന ലെറ്ററിൽ ആരംഭിക്കുന്നതായിരിക്കണം നിങ്ങളുടെ ആൻസർ. All answers should begin with the letter E. E എന്ന് പറയുന്ന സ്പെല്ലിംഗിൽ ആരംഭിക്കുക. Okay? Shall I ask? Okay. The first question is, a piece of jewelry worn, W-O-R-N, worn on the ear. ഇയറിംഗ്. ഓക്കെ, അപ്പോ രണ്ടുപേരുടെ ഒരുമിച്ച് വന്നിട്ടുണ്ട്. എഴുതിയതിൽ ആദ്യം വന്നിരിക്കുന്നത് തുഷാരുടെയാണ്, പറഞ്ഞതിൽ ആദ്യം വന്നിരിക്കുന്നത് ബിന്ദുവിന്റെയാണ്. ഓക്കെ, അപ്പൊ രണ്ടുപേർക്ക് ഞാൻ ഓരോ പോയിന്റ് ഇട്ടിരിക്കാം. എഴുതി കഴിയുമ്പോൾ കുറച്ച് ഡിലേ വരുമല്ലോ. യെസ്, ഓക്കെ, കറക്റ്റ് ആണ്. ഇയറിംഗ്സ് കേട്ടോ. യുവർ ആൻസർ ഇസ് കറക്റ്റ്. Your answer is correct. Earrings. It is called earrings. Very good, very good. A piece of jewelry worn on ear is called earrings. Next question. A sound that is reflected. Echo. ചിന്നു ആണ് ആദ്യം പറഞ്ഞത്. ചിന്നുവിന്റെ ശബ്ദമാണ് വന്നത്. ഷഫീന പുറയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഷഫീനക്കും ചിന്നുവിനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഷഫീന ആൻഡ് ചിന്നുവിനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് മത്സരമായിട്ടൊന്നും കാണണ്ട, ഇത് വെറുതെ ജസ്റ്റ് ടൈം പാസ് ആയിട്ട് കണ്ടാൽ മതി. ഓക്കെ, എ സൗണ്ട് ദാറ്റ് ഈസ് റിഫ്ലക്റ്റഡ്. ഓക്കെ, റിഫ്ലക്ട് ചെയ്യുന്ന സൗണ്ട് എക്കോ. വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A long fish that looks like a snake. ഓക്കെ, അഞ്ജന വന്നിട്ടുണ്ട്, നൗഷിത വന്നിട്ടുണ്ട്. നൗഷിത എഴുതി അറിയിച്ചിട്ടുണ്ട്, അഞ്ജന പറയുകയും ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആണ് ആൻസർ കേട്ടോ. എന്റെ പേര് മറന്നു. നൗഷിത, അഞ്ജന. ഓക്കെ, അപ്പോ നൗഷിദക്കും അഞ്ജനക്കും ഞാൻ ഓരോ പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദ നെയിം ഓഫ് ദ ഫിഷ് ഈസ് കോൾഡ് eel. ഓക്കെ, കറക്റ്റ് ആൻസർ. ദ ലോങ് ഫിഷ് ദാറ്റ് ലുക്സ് ലൈക്ക് എ സ്നേക്ക്. സ്നേക്ക് പോലെ തോന്നുന്നത് ഈലാണ്. ഓക്കെ, അടുത്തത് വളരെ സിമ്പിൾ ആണ്, ആർക്ക് വേണമെങ്കിൽ പറയാം. An imaginary line around the middle of the
earth. And equator. ഓക്കെ. അഞ്ജന വന്നിട്ടുണ്ട്, അഭിഷേകം പറഞ്ഞിട്ടുണ്ട്. അഭിഷേകം എഴുതി കാണിച്ചു, അതിനോടൊപ്പം തന്നെ അഞ്ജന പറയുകയും ചെയ്തു. അപ്പൊ അഞ്ജനക്ക് ഞാനിവിടെ ഒരു പോയിന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അഭിഷേകിനും ഒരു പോയിന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. It is called equator. An imaginary line around the middle of the earth. മലയാളത്തിൽ പറയുന്നത് അച്യുതണ്ട്. അച്യുതന്റെ ആക്സിസ് ആണ്. അയ്യോ സോറി, അപ്പോ ഞാൻ ഉദ്ദേശിച്ചില്ല. മധ്യരേഖ എന്ന് പറയും സർ. ഭൂമധ്യരേഖ. കറക്റ്റ് നൗഷിത, വെരി ഗുഡ്. ഭൂമധ്യരേഖ അതാണത്. അത് അറിയാൻ പറ്റും, നിങ്ങൾക്ക് അറിയാൻ പറ്റും. പെട്ടെന്ന് ഇക്വേറ്റർ എന്ന് പറഞ്ഞ വാക്ക് വന്നപ്പോഴാണ് ബുദ്ധിമുട്ടായിരുന്നു തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. To make people move out of. I will repeat the question. To Exit. ചോദ്യം കഴിഞ്ഞിട്ടില്ല ബിന്ദു, കുറച്ചും കൂടി. To make people move out of from where they are living. From where they are living. തുഷാര ആൻസർ എഴുതി കാണിച്ചിട്ടുണ്ട്. യെസ്, വേറെ വാക്കും കൂടി ഉണ്ട് കേട്ടോ. എലിമിനേറ്റ് എന്ന് പറഞ്ഞാലേ തീർത്ത് കളയാന്നാണ്, ഒഴിവാക്കാന്നാണ്. ഇത് നമ്മള് താമസിക്കുന്ന സ്ഥലത്തൊന്നും മാറ്റുക. എക്സിറ്റ് അല്ല. എന്തോ ഇവാപറേറ്റ് എന്ന് പറഞ്ഞാൽ അത് ബാഷ്പീകരണമല്ല, അതല്ലല്ലോ. ഇവാപറേഷൻ അല്ല, EVACAT അല്ലെങ്കിൽ എവിക്റ്റ്. എവിക്ഷൻ എന്ന് പറഞ്ഞിട്ടില്ലേ, ജപ്തിയൊക്കെ നടത്താൻ പോകുമ്പോൾ പഴയ എവിക്ഷൻ. അപ്പൊ തുഷാരയാണ് മറുപടി പറഞ്ഞത്. അപ്പൊ തുഷാർക്ക് ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെസ്, ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. People living in ice near Arctic, Arctic coast, COAST. ഒരാൾ എഴുതിയിട്ടുണ്ട്, ഒരാൾ പറഞ്ഞിട്ടുണ്ട്, നൗഷിദയും ബിന്ദുവും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓക്കെ, നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണ്, രണ്ടുപേരും പറഞ്ഞത് കറക്റ്റ് ആണ്. ആൻസർ ഈസ് Eskimos, ESKIMOS, the people living on ice near Arctic coast, COAST coast, near വശം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A machine that provides power for vehicle. എഞ്ചിനാണോ സർ? എഞ്ചിനാണോ? Correct answer. A machine that provides power കൊടുക്കുന്ന മെഷീൻ. എന്തിന്? ഫോർ വെഹിക്കിൾ. എഞ്ചിനാണ്. അഞ്ചിനല്ലേ പറഞ്ഞ? ശിഖ പറഞ്ഞ? ആരാ പറഞ്ഞ? ശിഖ. ഓക്കെ, ശിഖ. ശിഖയുടെ സ്കോർ ബോർഡ് ഓപ്പൺ ആവണമല്ലേ? യെസ്, ഓക്കെ. Correct answer. Very good. Yes. It is an engine, a machine that provides power for vehicle. Okay. Next question. When moon comes, MWA, when moon comes between
sun and earth. എക്ലിപ്സ്. No? എക്ലിപ്സ് ആണോ? Okay. Correct ആണ്. അഞ്ജന പറഞ്ഞാണ് correct. When the moon comes between sun and earth, it is called eclipse. Anjana. Okay. Very good. Yes. Next question. To receive, RECEIV, to receive an income for doing a work. ഏണിങ്സ്. Earnings. ആണ്. Okay. ചിന്നു ആദ്യം കയറി കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ ചിന്നു. അപ്പോ ചോദ്യം ഇതായിരുന്നു, ടു റിസീവ് ആൻ ഇൻകം, ഒരു വരുമാനം കിട്ടുക, ഫോർ ഡൂയിങ് ദ വർക്ക്, ജോലി ചെയ്യുന്നതിന് ഒരു വരുമാനം കിട്ടുന്നതിന് പല വാക്കുകളുണ്ട്. ഇവിടെ നമ്മുടെ ഈ തുടങ്ങേണ്ടത് കൊണ്ട് ഏണിങ്സ്. ഓക്കെ, കറക്റ്റ് ആണ്. Then come to next question. A large bird, B-I-R-D, bird with strong eyesight, E-Y-E, eyesight. ഈഗിൾ. Eagle. ബിന്ദു പറഞ്ഞു. അല്ല, ഞാനാ പറഞ്ഞു. അതെ. ഓക്കെ. രണ്ടുപേരും പറഞ്ഞു. പക്ഷെ ബിന്ദുവിന്റെ ഒച്ച കുറവും ഇതൊന്നും. ഓക്കെ, ഇനി ആർക്കും പരാതി വേണ്ട, രണ്ടുപേർക്കും തരുന്നുണ്ട് കേട്ടോ. അഞ്ജനക്കുണ്ട്, ബിന്ദുവിനുണ്ട്. ഓക്കെ. യെസ്. ആൻഡ് എ ലാർജ് ബേർഡ് വിത്ത് സ്ട്രോങ് eyesight, that is called eagle. Very good. Next. ഈ രണ്ട് ചോദ്യം കൂടി ഉള്ളൂ. അല്ലെ ഒരു ഒന്നാമത്തെ, the opposite of exit. എൻട്രൻസ്. എൻഡർ. ഓക്കെ. ചിന്നു മഞ്ജുനെ തത്സമയം വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എൻഡർ എൻട്രി. ഓക്കെ, കുഴപ്പമില്ല. അപ്പോ എക്സിറ്റ്, എൻട്രി. ഓക്കെ, എൻട്രി എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. യെസ്. Then come to the last question. The question is this: the study of STUDY, the study of how money is used. Economics. എക്കണോമിക്സ്. ഇക്കണോമിക്സ് ഇവിടെ ആരാ പറഞ്ഞത്? ആദ്യം ആരാണ്? ഞാനാ പറഞ്ഞ. ഓക്കെ. എന്തുവാണ് പറഞ്ഞത്? ശരി. The study of economics is study how to use money. That is called economics. Who is the father of economics? ആഡം സ്മിത്ത്. What is the name of his book? എക്കണോമിക്സ് സ്റ്റുഡന്റ് പറഞ്ഞില്ലേ, നാണക്കേടുക. അറിഞ്ഞൂടാ, പക്ഷെ ഫാദറിനെ അറിയാം. എക്കണോമിക്സ് സ്റ്റുഡന്റ് അങ്ങനെ. വെരി ഗുഡ്. ഇക്കണോമിക്സിന്റെ ഫാദർ ഓഫ് ഇക്കണോമിക്സ് ആഡം സ്മിത്ത് അല്ലേ? ആഡം സ്മിത്ത്. What is the name of his book? Adam Smith published a book. The name of that book is called Wealth of Nations. അതെ. Yes. ഞാൻ ഒരു എന്താ പറയാ, പണ്ട് PSC ഒക്കെ പഠിച്ചത് ഓർമ്മ വെച്ച് പറഞ്ഞതാണ്. Wealth of Nations. Okay. The book was published in the year 1776. അല്ലേ? അതിന്റെ ഒരു ഓർമ്മയുണ്ട്. അതെ, 1776. 1776. Okay. Wealth of Nations. Okay, Adam Smith is a classical economist. Oh, very good. Okay. Yes. Apo, what is meant by microeconomics and macroeconomics? മൈക്രോ എന്ന് പറയുമ്പോ എന്താ, വളരെ ചെറിയ ഷോർട്ട് ആയിട്ടുള്ളത്. യെസ്. മാക്രോ എന്ന് പറയുമ്പോൾ വൈഡ് ആയിട്ടുള്ളതായിരിക്കും. ഇന്ത്യൻ ഇക്കണോമി എന്നൊക്കെ പറയുന്ന പോലെ. Can you say an example for this? മൈക്രോ എക്കണോമിക്സിന് എന്താ പറയാ, മോണോപോളി. അതല്ല വേറെ വാക്കായിട്ട് പറയുന്നത്. What is a bird's eye view?
നെക്സ്റ്റ് ഇസ് എ വേം സൈഡ്. വേം എന്ന് പറഞ്ഞാൽ പുഴുവാണ്. ഒരു പുഴു ഇങ്ങനെ പോകുമ്പോൾ അതിന്റെ തൊട്ട് മുമ്പിലുള്ള വസ്തുവിന്റെ ശരിക്കിനും കാണും, ബാക്കി ഒന്നും കാണില്ല. തൊട്ടുമുള്ള വസ്തുവിനെ വ്യക്തമായിട്ട് പഠിക്കണം. അതാണ് മൈക്രോ ഇക്കണോമിക്സ്. മൈക്രോ ഒരെണ്ണം പഠിക്കുന്നുള്ളൂ, പക്ഷെ ഒരെണ്ണം കറക്റ്റ് ആണ്. ഒരു പക്ഷി ഒരു കാടിന്റെ മുകളിലൂടെ ഇങ്ങനെ പറന്നു പോകുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ മരങ്ങൾ കാണും, പക്ഷെ ഒന്നും വ്യക്തമല്ല. അപ്പൊ ഈ സ്റ്റഡി ഓഫ് ലാർജ് എലിമെന്റ്സ് പറ്റുന്നത്. ഇതിനകത്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട തോന്നിയിട്ടാണ് ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ തോന്നിയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. വാട്ട് ഈസ് മീൻ ബൈ ഇൻഫ്ലേഷൻ? എന്താ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞത്? അങ്ങനൊക്കെ ചോദിക്കുന്നു. പണപ്പെരുപ്പമാണ്. പണപ്പെരുപ്പം. ഓക്കെ, പറഞ്ഞോളൂ. പണപ്പെരുപ്പത്തിന്റെ മണിയുടെ വാല്യൂ അതെനിക്ക് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഓക്കെ, ഇവർ ചുമ്മാ ഒരു കാര്യം ചോദിക്കുന്നു. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് വിചാരിക്കുക. സപ്പോസ് യു ആർ ദ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, നോട്ട് കേരള, ഇന്ത്യ. അപ്പോ റിസർവ് ബാങ്കിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണ്, കാരണം യു ആർ ദ ഫിനാൻസ് മിനിസ്റ്റർ. ഈ റിസർവ് ബാങ്കാണ് ഇന്ത്യയിലേക്കുള്ള നോട്ട് അടിക്കുന്നത്. ഗവൺമെന്റ് നോട്ട് അടിക്കുന്ന റിസർവ് ബാങ്കാണ് വിതരണം ചെയ്യുന്നത്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഈ ബാങ്കില് നോട്ട് അടിച്ചിട്ട്, ആവശ്യം പോലെ നോട്ട് അടിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ സൂട്ട് കേസില് ഒരു 50 ലക്ഷം രൂപ വീതം ഒരു സൂട്ട് കേസിലാക്കി ഇന്ത്യയിലുള്ള ഓരോ വീടുകളിലും കൊണ്ടുപോയി കൊടുത്താൽ ഇന്ത്യയുടെ ദാരിദ്ര്യം മാറും. ദിസ് ഈസ് മൈ ക്വസ്റ്റ്യൻ. അങ്ങനെ തീരുമെന്ന് എനിക്ക് തോന്നില്ല. എന്തുകൊണ്ടില്ല? നമുക്ക് വേണ്ടത് അൺഎംപ്ലോയ്മെന്റ് തീർക്കാന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ. പൈസ ഇല്ലാത്ത പ്രശ്നമല്ല നമ്മുടെ ഏറ്റവും വലിയൊരു വിഷയം. അതെ, പക്ഷെ പൈസ കൊടുത്തിട്ട് ഇത് എങ്ങനെ വിനിയോഗിക്കുന്നു അവരെന്നുള്ളതിലല്ലേ കാര്യം. യെസ്, അല്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഒരു എഫക്റ്റ് ആയിട്ട് കാണുന്നത്? അഞ്ജനയാണ് ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. വാട്ട് യു വിൽ ഡു എന്നുള്ളതാണ് എന്റെ ചോദ്യം. അവിടെ ഈ പറഞ്ഞ പോലെ ഇൻഫ്ലേഷൻ കൂടും, ഇൻഫ്ലേഷൻ ഉണ്ടാവും. ഇൻഫ്ലേഷൻ കൂടും അല്ലേ? ഓക്കെ, ശിഖക്ക് എന്ത് തോന്നുന്നു? എപ്പോഴെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ട്? പക്ഷെ ഈ മണ്ടത്തരം, മണ്ടത്തരം ഇത് സംഗതി ഞാനിപ്പോ ഓർക്കണില്ല, പക്ഷെ അങ്ങനത്തെ ചെയ്തൊരു രാജ്യമുണ്ട്. രാജ്യത്തിന്റെ പേര് പറഞ്ഞുപോയി. അത് കുറെ നാളെ മുമ്പ് എന്ത് രാജ്യം എന്ന് തോന്നുന്നു? പണപ്പെരുപ്പാവും. നമ്മുടെ കയ്യിലുള്ള പൈസക്ക് ഒരു വാല്യൂ ഇല്ലാതെയോ? യെസ്, വാല്യൂ ഓഫ് മണി വളരെയധികം കുറയും, പണത്തിന്റെ മൂല്യം കുറയും. അപ്പോ ഇൻഫ്ലേഷൻ കൂടുമെന്ന് അഞ്ചന പറഞ്ഞതും വാല്യൂ കൂടുമെന്ന് പറഞ്ഞത് രണ്ട് സെയിം ഒറ്റ എഫക്റ്റ് ആണ്. അതിന് പറയുന്നതാണ് ടു മച്ച് മണി ചേസിങ് ടു ഫ്യൂ ഗുഡ്സ്. ഭയങ്കരമായി വില കൊടുത്തെങ്കിലും മാത്രമേ സാധനങ്ങൾ കിട്ടുള്ളൂ. അപ്പൊ നേരത്തെ ഏതൊരു അധികാരികൾ പരീക്ഷിച്ചു. അപ്പൊ അവസാനം എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചായക്കടയിൽ പോയി ചായ കുടിക്കാനായിട്ട് ബാഗിൽ നിറച്ച് പൈസ കൊണ്ടുപോയിട്ടുണ്ട്. കാരണം എല്ലാ സാധനങ്ങളുടെ വില വർദ്ധിക്കും, സാധനങ്ങളുടെ എണ്ണം കുറയുന്നു, പക്ഷെ ആളുകളുടെ കയ്യില് പൈസ ഇല്ല. അപ്പൊ ഭയങ്കരമായിട്ട് ഇൻഫ്ലേഷൻ വരും. ആ ഇൻഫ്ലേഷൻ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും സാധനങ്ങളുടെ വില വർദ്ധിക്കും. അതിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒരിടത്ത് രണ്ടാൾക്കാരുണ്ടായിരുന്നു. ഒരാള് അയാൾക്ക് കിട്ടുന്ന പൈസ മുഴുവൻ ഇങ്ങനെ ഭാവിയിലേക്ക് കരുതി ഇങ്ങനെ സേവ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചു. അയാളുടെ കൂട്ടുകാരനും അവിടെ ഉണ്ടായിരുന്നു. അയാളാണ് ഭയങ്കര മദ്യപാനിയാണ്. അപ്പൊ അയാള് പണി കഴിഞ്ഞ് വരുമ്പോ അയാൾക്ക് അന്ന് കിട്ടുന്ന പൈസക്ക് മുഴുവനും മദ്യം വാങ്ങിച്ചുകൊണ്ട് വരും. അത് അവിടെ നിന്ന് കുടിക്കും, ആ കുപ്പികൾ വെച്ചത് കളയും. അങ്ങനെ ഇങ്ങനെ അയാൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ നാള് കഴിഞ്ഞതിന് ശേഷം അവിടെ ഇൻഫ്ലേഷൻ വന്നു. ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞ സമയത്ത് ഈ പൈസ എല്ലാ ദിവസവും കിട്ടിയ പൈസ സൂക്ഷിച്ചു വെച്ച ആളില്ലേ, അയാൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാളുടെ പൈസ ലാസ്റ്റ് എടുത്ത് കത്തിച്ചു കളയും. കാരണം അയാൾ സൂക്ഷിച്ചു വെച്ച പൈസക്ക് ഒന്നും കിട്ടില്ല. കാരണം എല്ലാത്തിന്റെയും വില വർദ്ധിച്ചിട്ടു. ഇൻഫ്ലേഷൻ വന്നു കഴിയും, എല്ലാത്തിന്റെയും വില വർദ്ധിച്ചു. കാരണം അയാളും കൂട്ടിവെച്ച പൈസത്തിന് ഒരു വാല്യൂ ഇല്ല, ഇതൊന്നും കിട്ടില്ല. പക്ഷെ നമ്മുടെ മദ്യപാനില്ലേ, അയാൾ ഭയങ്കര പണക്കാരനായി. എങ്ങനെ പണക്കാരനായി എന്ന് ചോദിച്ചു കഴിഞ്ഞാല്
എല്ലാ സാധനത്തിന്റെയും വില വർദ്ധിച്ച കൂട്ടത്തിൽ കാലിക്കുപ്പികളുടെ വിലയും വർദ്ധിച്ചു. അയാള് മദ്യപിച്ചിട്ട് വലിച്ചെറിഞ്ഞ് കളഞ്ഞ് കുപ്പികൾ വിറ്റ് കഴിഞ്ഞപ്പോ നേരത്തെ നമ്മൾ കണ്ട കൂട്ടുകാരനായ ആള് സേവ് ചെയ്ത് വെച്ച പൈസയേക്കാളും വളരെ കൂടുതലായിരുന്നു അയാൾക്ക് കിട്ടിയ പൈസ. എല്ലാത്തിന്റെ വില വർദ്ധിക്കുകയാണ്. അപ്പോ ഇവിടെ ഇയാളുടെ പൈസയും വില വർദ്ധിച്ചു. അത് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. ഇൻഫ്ലേഷനെ കുറിച്ച് പറയാനായിട്ട് തോന്നിയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ടു മച്ച് മണി ചേസിങ് ടു ഫ്യൂ ഗുഡ്സ്. ഓക്കെ, അപ്പൊ ഞാൻ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞ സബ്ജക്ട് വന്നുകൊണ്ട് ചോദിച്ചത് മാത്രമേ ഉള്ളൂ. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്. യെസ്, അപ്പോ ചോദ്യങ്ങൾ അവസാനിച്ചു. നിങ്ങളുടെ പ്രകടനം വളരെ മെച്ചപ്പെട്ട പ്രകടനമാണ്. എല്ലാവരും ഒന്ന് മെച്ചമാണ്. അപ്പോ ശിഖ ഇതിൻ്റെ അകത്ത് ഒരെണ്ണത്തിന് ഉത്തരം ആദ്യം പറഞ്ഞു. ബാക്കിയുള്ളതിനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരെണ്ണത്തിന് ഉത്തരം ആദ്യം പറഞ്ഞു. ഷഫീനയും അഭിഷേകും ഒരെണ്ണത്തിന് ഉത്തരം ആദ്യം പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. തുഷാരയും നൗഷിദയും രണ്ടെണ്ണത്തിന് ഉത്തരം ആദ്യം പറഞ്ഞു. അതെല്ലാതെയും പറഞ്ഞിട്ടുണ്ട്. സൈമൾട്ടേനിയസ് ആയിട്ടൊക്കെ വന്നു പോയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇനി ബിന്ദു 4 ഉത്തരം ആദ്യം പറഞ്ഞു. ഓക്കെ, അഞ്ജന 5 ഉത്തരം ആദ്യം പറഞ്ഞു. ഓക്കെ, അപ്പോ കൂടുതൽ പറഞ്ഞവർക്കും കുറച്ച് ഞാൻ 2 പറഞ്ഞായിരുന്നു. എന്തോ? ഞാൻ 2 പറഞ്ഞായിരുന്നു. ചിന്നുവിനും 3 വന്നിട്ടുണ്ട്. ഏതായിരുന്നു? അതെ, എന്റെ കണക്കിൽ 3, ചിന്നുവിന് 3 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. ഉണ്ടായിരുന്നു. എക്കോ, എനിക്സ്, എൻട്ര. ഓക്കെ 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 ഓക്കെ. അല്ല, ഇതൊന്നും ഇതായിട്ട് എടുക്കണ്ട, വിട്ടുകളഞ്ഞ ജസ്റ്റ് ഫോർ ഫുൾ. അങ്ങനെയാണെങ്കിലേ ഇപ്പോ പറയാത്ത അല്ലെങ്കിൽ കുറഞ്ഞു പോയവർ അങ്ങനെ കാണുമല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് രണ്ടാണ്. പരീക്ഷയിൽ വിജയിക്കുന്നതും ജീവിതത്തിൽ വിജയിക്കുന്നതും രണ്ടാണ്. ഇപ്പൊ എന്ന് പറഞ്ഞ പോലെ ചിലപ്പോ ഈ ഒന്നും പറയാതിരിക്കുന്ന ആളില്ലേ, അല്ലെങ്കിൽ കുറച്ച് പറഞ്ഞ ആളില്ലേ, അവരെയായിരിക്കും നമ്മൾ വിജയിച്ച് പിന്നീട് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ആരെയും നമ്മൾ വിധിക്കാൻ പാടില്ല. അപ്പോ എല്ലാവരും ഒന്ന് ബെസ്റ്റ് ആയ ആളുകളായിരിക്കും. ഈ ഒരിക്കല് SSLCക്കും +2-നും ഒക്കെ ഫുൾ A+ കിട്ടിയ കുട്ടികളെ ആദരിച്ചുകൊണ്ടൊരു പരിപാടി നടത്തിയപ്പോ അവിടെ വേറെയും കുറെ മാതാപിതാക്കന്മാരെ കിട്ടുന്നുണ്ട്. അവരുടെ മക്കൾക്ക് ഫുൾ A+ കിട്ടിയിട്ടില്ല, അത് കുറവ് മാർക്കേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അവരിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അവരുടെ മക്കൾക്ക് അത് കിട്ടിയില്ലല്ലോ. പക്ഷെ പ്രസംഗിച്ച ആള് ഈ ഫുൾ A+ കിട്ടിയതിനെ കുറിച്ചല്ല പറഞ്ഞത് മുഴുവനും A+ കിട്ടാതെ ഫുൾ A+ കിട്ടാതിരുന്ന വിദ്യാർത്ഥികളെ കുറിച്ചാണ്. അവർക്ക് ഇനിയും ഇങ്ങോട്ട് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, ഉയരാനുള്ള ചാൻസ് ഉണ്ട്. മറ്റവരുടെ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് താഴേക്ക് പോകാതെ നോക്കുകയും വേണം. അപ്പോ അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ് പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കണ്ട പോയിന്റ് കുറയുന്നു എന്നുള്ള ഒരു ജീവിതത്തിൽ എടുത്തു വയ്ക്കുക. നിങ്ങൾ സ്വയം നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ കഴിവുകള്, ടാലന്റ് ഒക്കെ ഉള്ളതാണ്. അപ്പൊ അതിന്റെ പേരിൽ അങ്ങനെ താഴെയാണ് അല്ലെങ്കിൽ കമ്പയർ ചെയ്യേണ്ട ആ ഒരു രീതിയൊന്നും വേണ്ട. യു ആർ എഫിഷ്യന്റ്. നിങ്ങളോട് തന്നെ പറയുക. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഇന്നത്തെ പ്രകടനം കുഴപ്പമുണ്ടായില്ല, നിങ്ങൾ നന്നായിട്ട് പറഞ്ഞു. ഓക്കെ, നമുക്ക് വീണ്ടും നമ്മുടെ ചോദ്യങ്ങളിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറയാണ്. റിപ്പോർട്ട് സ്പീച്ചില് അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറയുകയാണ്. He said, I shall be the first FIRST. First, I shall be the first to complete COMPLET, complete notes, NOTES, notes. He said, I shall be the first to complete notes, NOTES, notes. Yes. I shall be the first to complete notes. ഇവിടെ കൊണ്ടാകുന്നത്
I shall be the first to complete the notes, NOTES. Okay, Bindu. Okay, Chidu. ഓക്കെ, അത് മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു. തന്നിരിക്കുന്ന വാചകം പ്രസന്റ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനെ ഇങ്ങോട്ട് മാറ്റണം എന്നുള്ള കേസാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതിയിട്ട് ഞാൻ അടുത്ത ഒരു സെക്ഷനിലോട്ട് അങ്ങോട്ട് പോവുകയാണ്. മാറ്റേണ്ടത് കേട്ടോ, അടുത്തൊരു ടെൻസിലോട്ട് പിടിക്കുകയാണ്. ചോദ്യം ഇതാണ്, the boy said. The boy said. Boy said. സാർ ഈ ടെൻസ് തന്നെ അല്ലേ? ഈ ടെൻസിന്റെ തന്നെ ക്വസ്റ്റ്യൻസ് അല്ലേ? അല്ല അടുത്താണ് വേറെ. ഓക്കെ, വേറെ. The boy said. ഇവിടെ കോമയിലേത് I have done my homework. I have done my homework. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി നമുക്കൊന്ന് ചർച്ച ചെയ്തിട്ട് വരാം. അപ്പൊ നോക്കി, the boy said, കുട്ടി പറയുകയാണ് I have done my homework. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഫ്യൂച്ചർ കണ്ടിന്യൂസ് വിട്ടിട്ട് നമുക്ക് പുതിയൊരു ടെൻസ് പിടിച്ചു. അപ്പൊ ഇവിടെ നോക്കി, I have done my homework എന്ന് പറയുമ്പോ അത് ഏത് ടെൻസിലുള്ള വാചകമാണ്? പ്രസന്റ് പെർഫെക്റ്റ്. ഓക്കെ, വെരി ഗുഡ്. പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കി എന്ന് ചോദിച്ചാൽ സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അപ്പൊ സബ്ജക്റ്റ് ഐ ഉണ്ട്, ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉണ്ട്, ഡു എന്ന് പറയുന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഡൺ. ഡു, ഡിഡ്, ഡൺ. അപ്പൊ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ട്. സോ വി ക്യാൻ സേ ദ സെന്റൻസ് ഈസ് പ്രസന്റ് പെർഫെക്റ്റ്. ഓക്കെ, അങ്ങനെ ഗിവൺ സെന്റൻസ് പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അതിനെ ഏത് ടെൻസിലേക്ക് നമുക്ക് മാറ്റണം എന്നുള്ളതാണ് നോക്കേണ്ടത്. ആർക്കെങ്കിലും പറയാമോ? പാസ്റ്റ് പെർഫെക്റ്റ്. യെസ്, വെരി ഗുഡ്. അതിന് മാറ്റേണ്ടത് എങ്ങനെയാണ്? പാസ്റ്റ് പെർഫെക്റ്റിലേക്കാണ്. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരണം, സിമ്പിൾ പാസ്റ്റിനെയും നമ്മൾ എങ്ങോട്ടാണ് മാറ്റിയത്? പാസ്റ്റ് പെർഫെക്റ്റിലേക്കാണ്. പ്രസന്റ് പെർഫെക്റ്റിനെയും മാറ്റേണ്ടത് എങ്ങനെയാണ്? പാസ്റ്റ് പെർഫെക്റ്റിലേക്കാണ്. അപ്പൊ നമുക്ക് ഓർമ്മ ഉണ്ടാവണം, പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് രണ്ട് ടെൻസുകൾ മാറി വരും. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റും, പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിലും അതിനെ നമ്മൾ എങ്ങോട്ട് മാറ്റണം? പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. അപ്പോ നമുക്ക് ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ദ ബോയ് സെറ്റ്, കുട്ടി പറഞ്ഞു ഐ ഹാവ് ഡൺ മൈ ഹോംവർക്ക്. അപ്പൊ എന്ത് പറയും? ആൻസർ ദ ബോയ് സെഡ് ദാറ്റ് ഹി ഹാഡ് ഡൺ ഹിസ് ഹോംവർക്ക്. He had done his homework. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇത് ഉൾപ്പെടെ ഞാനിപ്പോ 7 ടെൻസിന്റെ മാറ്റത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റിലോട്ട്, സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റിലോട്ട്, സിമ്പിൾ ഫ്യൂച്ചർ കണ്ടീഷണൽ ഫോമിലോട്ട്, പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക്, പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് കണ്ടീഷണൽ ഫോമിലേക്ക്, ഇപ്പൊ പറഞ്ഞ പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക്. ഈ 7 ആർക്കെങ്കിലും പറയാമോ? ബിന്ദു ഒന്ന് ശ്രമിച്ചു നോക്ക്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്,
Okay. Simple past, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, simple future, കണ്ടീഷണൽ, present continuous, പാസ്റ്റ് കണ്ടിന്യൂസ്, past continuous, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, future continuous, അതും കണ്ടീഷണൽ ഫോമിൽ തന്നെ, present perfect. പാസ്റ്റ് പെർഫെക്റ്റ്. Very good, very good, very good. താങ്ക് യു സർ, താങ്ക് യു സർ. Okay, very good, very good. Anjana, ഒന്ന് പറഞ്ഞു നോക്കിയാലോ? ശിഖ പറയാൻ പറ്റുമോ? ശ്രമിക്കാം സർ. യെസ്, നോക്കൂ, ശ്രമിച്ചാൽ മതി. ഞാൻ പറയട്ടെ, ചോദിക്കട്ടെ, പറയട്ടെ. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, കണ്ടീഷണൽ ഫോമിൽ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, കണ്ടീഷണൽ ഫോമിൽ, പ്രസന്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ശിഖ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ചിന്നു, ഒന്ന് ശ്രമിച്ചാലോ? ഓക്കെ. ഓക്കെ. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, കണ്ടീഷണൽ ഫോം, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, കണ്ടീഷണൽ ഫോം, പ്രസന്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ് ചിന്നു. അയിന? ഓക്കെ സർ. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഇവർക്കൊക്കെ ഞാൻ മുകളിൽ നിന്ന് കീഴ്പ്പെടും. ഞാൻ അതിനൊക്കെ അടികളും കൊണ്ടു പോവുകയാണ്. പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, കണ്ടീഷൻ ഫോം, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, സിമ്പിൾ ഫ്യൂച്ചർ, കണ്ടീഷൻ ഫോം, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പാസ്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ, ഓക്കെ. രേഷ്മ? യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായെന്നുള്ള കാര്യം എനിക്ക് പിടികിട്ടി. അപ്പൊ നമുക്ക് ഈ ടെൻസ് തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയുമ്പോഴും എന്താണ് ഇപ്പൊ പറയണത് തെറ്റായിക്കോട്ടെ, പക്ഷെ ശരിയില്ലതാണ് എന്ന് നമുക്കറിയാൻ പറ്റും. ഇന്നതാണ് ശരി, കാരണം അങ്ങനെ വരുമ്പോൾ ഇന്ന ടെൻസാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റും. യെസ്, അപ്പൊ യുവർ ആൻസർ വാസ് വെരി റൈറ്റ്. ഞാൻ ഇതിനകത്ത് ഒന്ന് രണ്ട് വാചകം കൂടി പറയാം. യെസ്, he said, he said, we have, he said, we have decided, DECIDED, we have decided to meet MWT, meet again, AGAIN, again. ടു മീറ്റ് എന്നാണോ? എന്തോ? ടു ഉണ്ടോ? ടു മീറ്റ് എന്നാണോ? He said, we have decided to meet MWT, meet again. Okay.
we have decided to meet again. ഞങ്ങൾ വീണ്ടും കാണാമെന്ന് തീരുമാനിച്ചു. ഓക്കെ ചിന്നു, ഓക്കെ ബിന്ദു, ഓക്കെ ശിഖ, യെസ്, ഓക്കെ. അടുത്തത് ഇത് തന്നെയാണ്, പക്ഷെ ചെറിയ ഒന്ന് ആലോചിച്ചാൽ മതി. He said ഇൻവെർട്ടഡ് കോമയില് she has taken her breakfast, BREAKFAST, breakfast. ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യാം. ഒന്നുകൂടി പറയാം. He said, സർ ആദ്യത്തെ എച്ച് ആണോ ഹി ആണോ? ആദ്യത്തെ എച്ച് he said. ഇനി ഇൻവെർട്ടഡ് കോമയിൽ നമ്മൾ ഷീ ആയത്. She has taken her breakfast. She has taken her breakfast. അവൻ പറഞ്ഞു അവള് അവളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. അതെന്താ ചിഹ്നം? ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കി. ഓക്കെ ബിന്ദു, ഞാൻ അവളോട് പറഞ്ഞതായിട്ട് തന്നെ എടുത്തത്. ഓക്കെ 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 ശരി 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 അങ്ങനെ എഴുതാം, കുഴപ്പമില്ല. യെസ്, ഞാനത് മാറ്റിയിട്ടെന്നുള്ള എങ്ങനെ ചിന്തിക്കുന്നു. ഓക്കെ ശിഖ, യെസ്, ലാസ്റ്റ് ടൈം ഫൈനലോട് നമുക്ക് ചെയ്യാം. ടീച്ചർ സെറ്റ്. Teacher said. Students, inverted commas, students, comma,
You have written. You have written your examination. Your examination. Well, W-E-L-L, well. I will repeat the question. Teacher said, students, you have written your examination well. Okay. ടീച്ചർ വിദ്യാർത്ഥികളോട് പറഞ്ഞു അവരുടെ എക്സാമിനേഷൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ ബിന്ദു, ഓക്കെ ചിന്നു. സെന്റർ എന്നുള്ളത് വിദ്യാർത്ഥികളോട് കറക്റ്റ് പറയില്ല, അപ്പൊ ടോൾഡ് നൽകി വേണ്ടത്. ടോൾഡ് സ്റ്റുഡൻസ്. ഒരാളോട് പറയുന്ന ആരോടാണ് കൂടുതൽ നമുക്ക് അതിനകത്ത് അറിയുമെന്നുണ്ടെങ്കിൽ സെറ്റ് എന്ന് പറയേണ്ട, ടോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ 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 ഓക്കെ. യെസ്, ഇനി ആരെങ്കിലും? അപ്പൊ ഓക്കെ, ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. We will meet in the next class next year. Okay. Thank you, sir. Thank you, sir. Okay. Thank you, sir. Okay, Shiva.